മറ്റു വാർത്തയിലേക്ക് സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റു. പോലീസ് ആസ്ഥാനത്തെത്തിയ ADGP H. വെങ്കടേഷിൽ നിന്ന് റവാഡ ചന്ദ്രശേഖർ ബാറ്റൺ സ്വീകരിച്ചു. മുഖ്യമന്ത്രിക്കൊപ്പം കണ്ണൂരിലെ മേഖലാ അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്നതാണ് ആദ്യ പരിപാടി. ക്രമസമാധാനം ശക്തിപ്പെടുത്തുമെന്നും ലഹരിയെ നേരിടാനുള്ള കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നും റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. Kerala Police per se has been concentrating on the main key areas of focus will be definitely the anti-drug drive. നമ്മുടെ നാട്ടിലെ ഏറ്റവും ഇപ്പോൾ ഉപദ്രവമായിട്ട് മാറുന്നത് ഈ ഡ്രഗ്സിൻ്റെ പ്രഭാവമാണ്. അതിനെ നേരിടാനുള്ള ഒരു നയം പ്രത്യേകമായിട്ട് നമ്മൾ എടുക്കും, അത് നടക്കുന്നുണ്ട്. അതിന് കുറച്ചുകൂടി ശക്തമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അതുപോലെ തന്നെ ക്രമസമാധാന പാലനത്തിന് കൂടെ കേരള പോലീസ് വളരെ മുന്നോട്ടുണ്ട്. നമ്മുടെ ഈ ആന്റി ഗുണ്ട സ്ക്വാഡ്സും പിന്നെ അവരുടെ പ്രവർത്തനം മെച്ചമാക്കി നമ്മൾ ക്രമസമാധാനത്തിനെ ശക്തിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നു. And we also would like to maintain the communal harmony by being a very proactive police force and by liaising with the community, by involving the community. We will have to do the maintain the communal harmony in the society. Secondly, the cyber crimes is one area where വിജിൻ വായന്തോട് കൂടുതൽ വിവരങ്ങളുമായി. വിജിൻ, ചുമതലയേറ്റ ശേഷം അദ്ദേഹം പറയുന്ന ഫോക്കസ് ഏരിയാസ് എന്തൊക്കെയാണ്? മറ്റ് ഈ സ്ഥാനാരോഹണ ചടങ്ങിന്റെ വിശദാംശവും. നിഷാദ്, 7 മണിയോടുകൂടി പോലീസ് ആസ്ഥാനത്തെത്തിയാണ് പുതിയ പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ അധികാരമേറ്റെടുത്തത്. താൽക്കാലിക ചുമതല നൽകിയിരുന്ന H. വെങ്കടേഷിൽ നിന്നാണ് അദ്ദേഹം ബാറ്റൺ വാങ്ങിയത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തിന് പുറകിൽ ബാറ്റൺ സ്ഥാപിച്ചു. അതിനുശേഷം പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ ഉൾപ്പെടെ സ്വീകരിച്ച ശേഷമാണ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. അദ്ദേഹം വ്യക്തമാക്കിയത് ക്രമസമാധാന നില കൂടുതൽ ശക്തമാക്കാനുള്ള നടപടികളുണ്ടാകും. ഒപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ഉയരുന്ന ലഹരി ഉപയോഗവും ലഹരി വ്യാപനവും തടയാനുള്ള കർശനമായ നടപടികൾ സ്വീകരിക്കും. ഗുണ്ടാ പ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിക്കും എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ പോലീസിനെ പറ്റി ചില ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യം ഒക്കെ ഉയർന്നു വരുന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അതിനായി കൂടുതൽ പരിശീലനം പോലീസുകാർക്ക് നൽകും എന്നുള്ള കാര്യവും പുതിയ പോലീസ് മേധാവി വ്യക്തമാക്കുകയാണ്. എന്തായാലും വിവാദ വിഷയങ്ങളിൽ, രാഷ്ട്രീയ വിഷയങ്ങളിൽ താൻ പ്രതികരിക്കുന്നില്ല എന്നുള്ള പ്രതികരണവും റവാഡ ചന്ദ്രശേഖരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ഇതിനിടയിൽ ഒരാൾ, അതായത് മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പരിചയപ്പെടുത്തി മാധ്യമപ്രവർത്തകൻ എന്ന വ്യാജേന ഈ വാർത്താ സമ്മേളനത്തിന് ഹാളിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. ഇയാൾ തനിക്ക് ചില പരാതികൾ പറയാനുണ്ട് എന്ന് DGPയോട് പറഞ്ഞു. പക്ഷേ അത് പിന്നീട് കേൾക്കാം എന്ന് പറഞ്ഞ് പോലീസുകാർ അദ്ദേഹത്തെ തൊട്ടടുത്ത വിസിറ്റേഴ്സ് റൂമിലേക്ക് മാറ്റി. അതിനുശേഷം അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ എന്താണ് തൻ്റെ പരാതി എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ തയ്യാറായില്ല. എന്തായാലും ഈ അങ്ങനെയുള്ള ഒരു നാടകീയ രംഗങ്ങൾ കൂടി ഈ സ്ഥാനാരോഹണ ചടങ്ങിൽ നടന്നു എന്നുള്ളതാണ്. എന്തായാലും പുതിയ DGPയുടെ ആദ്യ പരിപാടി അത് കണ്ണൂരിൽ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള മേഖലായോഗമാണ്. 9:45 തിരുവനന്തപുരം വിമാനത്താവളത്തു നിന്നും റവാഡ ചന്ദ്രശേഖർ ഇതിനായി അങ്ങോട്ട് പോവുകയും ചെയ്തു. കണ്ണൂരിൽ ഉള്ള വിവാദങ്ങളായിരുന്നു കുറച്ച് ദിവസമായി ഉയർന്നുകൊണ്ടിരുന്നത്. കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് അന്ന് ACP ആയിരുന്നു റവാഡ ചന്ദ്രശേഖർ. അതുമായി ബന്ധപ്പെട്ട കേസിൽ ഉൾപ്പെടെ പ്രതിയായിരുന്നു. അങ്ങനെ ഒരാളെ CPM തന്നെ ഈ പോലീസ് മേധാവിയായി നിയോഗിക്കുന്നു എന്ന കാര്യത്തിലുള്ള വിമർശനം, ഒപ്പം തന്നെ ഒരു ആരോപണം ഒക്കെ അത്തരത്തിൽ ഉയർന്നിരുന്നു. പക്ഷേ സർക്കാർ അതിനെ പ്രതിരോധിക്കുന്നത് നിയമ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ റവാഡ ചന്ദ്രശേഖരനെ പോലീസ് മേധാവിയായി നിയമിച്ചിട്ടുള്ളത്. അതിൽ മറ്റൊരു രാഷ്ട്രീയ ചർച്ചകൾക്കും ആവശ്യമില്ല എന്നുള്ളതാണ് സർക്കാർ തലത്തിലും ഒപ്പം തന്നെ CPM ഒക്കെ വിശദീകരിക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊരു സാഹചര്യം ഒരുങ്ങിയത് അത് തീർച്ചയായും ചർച്ചയാകുന്നുണ്ട്. എന്തായാലും പുതിയ പോലീസ് മേധാവിയായി 2 വർഷമായിരിക്കും റവാഡ ചന്ദ്രശേഖരന് കാലാവധി ഉണ്ടാവുക. 1 വർഷം അധികമായി നൽകണമെന്ന 2 വർഷം കാലാവധി വേണമെന്നുള്ള സുപ്രീം കോടതി വിധിയുടെ കൂടി പശ്ചാത്തലത്തിലാണ് 2 വർഷം കാലാവധി ലഭിക്കുക. അടുത്ത ഭരണത്തിൽ കൂടി റവാഡ ചന്ദ്രശേഖർ പോലീസ് മേധാവിയാകും എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ആരാണ് അധികാരത്തിൽ എത്തുക എന്ന കാര്യം വ്യക്തമല്ലെങ്കിലും പക്ഷേ ആ ഭരണത്തിലെയും പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ തന്നെയായിരിക്കും. നിഷാദ്. ശരി, വിജിൻ വിവരങ്ങൾ നൽകിയത്.